ബലിപെരുന്നാളിൻ്റെ രണ്ടാം സുദിനത്തിൽ ഏർവാടിയിലേക്കുള്ള ആത്മീയയാത്ര വളാഞ്ചേരിയിൽ നിന്നും ഗസാലി ബസ്സിൽ ഞങ്ങൾ ആരംഭിച്ചു. യാത്രയുടെ അമീർ ജവാദ് അസരി ഉസ്താദ് യാത്രാ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. സൂരജിൻ്റെ കിരണങ്ങൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മയക്കത്തിലാവുമ്പോഴേക്കും ഞങ്ങൾ മന്നക്കുളം മക്കാമിൽ ഖാജ ഹുസൈൻ വലിയരുടെ മദത് തേടി ചാരയെത്തി. അവിടെ നിന്നും രാത്രി ഭക്ഷണം കഴിച്ച ശേഷം തമിഴ്നാട് തൃച്ചിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ത്വബിലെ ആലം വലിയുല്ലാഹിയുടെ മക്ബറ ലക്ഷ്യമാക്കി പ്രിയപ്പെട്ട ഡ്രൈവർ സമദ് ക വളയം തിരിച്ചു. മദ്ഹുകളും ബൈത്തുകളും യാത്രയിൽ ആത്മീയാനുഭൂതി ഉണർത്തി. അടുത്ത ലക്ഷ്യം നാഗൂർ ഷെരീഫിലേക്കായിരുന്നു. സുബഹി ബാങ്കിൻ്റെ ഈരടികൾ കാതുകളിൽ അലയടിച്ചു കൊണ്ടിരുന്നു. നാഗൂരിൻ്റെ മണ്ണിൽ ഞങ്ങൾ ഇറങ്ങി ദർഗയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരുന്നു. ജീവിച്ചിരിക്കുന്ന പല കറാമത്തുകളും ഞങ്ങൾക്ക് ദൃശ്യമായി. കൊമ്പുള്ള തേങ്ങയും ഹിലർ നബിയുടെ ചങ്ങലയും ഞങ്ങൾ കണ്ടു. നാഗൂർ ഷാഹുൽ ഹമീദ് ഉപ്പാപ്പയുടെ കറാമത്തിൻ്റെ നാരങ്ങ വെള്ളവും മരുന്നിൻ്റെ തോട്ടവും നേർച്ചപ്പണമേച്ച കപ്പലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. മക്ബറയിലെ ഹാദിമുമാരിൽപ്പെട്ട അറബിത്തങ്ങൾ ഞങ്ങൾക്ക് ചരിത്രങ്ങൾ വിവരിച്ചു തന്നു. മജ്ലിസിൽ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് അമീർ ഉസ്താദ് ജവാദ് അസ്ഹരി നേതൃത്വം നൽകി. ശേഷം ജലാലിയ റാത്തീബിൽ നിന്നും ബൈത്തുകൾ ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ഉസ്താദ് ഫായിസ് അലവി ബാക്കവി യമാനി നേതൃത്വം നൽകി. മഹാനവറുകൾക്ക് സലാം ചൊല്ലി ഞങ്ങൾ യാത്ര തിരിച്ചു. പ്രഭാത ഭക്ഷണത്തിനായി വാഹനത്തെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. ഭക്ഷണം കഴിച്ച ശേഷം തമിഴ്നാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുത്തുപേട്ട ലക്ഷ്യം വെച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. നിസ്കാര സമയം അറിയിക്കുന്ന പൈതൃകത്തിൻ്റെ നഹാറയും ഞങ്ങൾക്കിവിടെ കാണാൻ സാധ്യമായി. കോട്ടപട്ടണം, ഈച്ചപ്പട്ടണം ഇരുപേരുകളിൽ അറിയപ്പെടുന്ന മഹാൻ വലിയുല്ലാഹിയുടെ ചാരത്തേക്ക് ഞങ്ങളുടെ വാഹനം ഓടിക്കൊണ്ടിരുന്നു. മഹാനെ തവസ്സുലാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളുടെ വാഹനം പൊളിയാർകുടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 60 അടിയോളം നീളമുള്ള മക്ബറ മഹാൻ നവറുകളുടെ ചാരത്തേക്ക് ഞങ്ങൾ ലക്ഷ്യം വെച്ചു. സിയാറത്തിന് ശേഷം സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കീളക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ഖുതുബിയത്ത് രചിച്ച മഹാനവറുകളുടെ ഖബർ സിയാറത്തിന് ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. വഴിയോരങ്ങളിലെ കാഴ്ചകളും മറ്റും കണ്ട് ആസ്വദിച്ചുകൊണ്ട് ബസ് അതിശീഘ്രം മുന്നോട്ട് സഞ്ചരിച്ചു. യാത്രയുടെ പ്രധാന കേന്ദ്രമായ ഏർവാടി ദർഗയുടെ അരികിലൂടെ മെയിൻ കവാടത്തിൻ്റെ അരികിലൂടെ ഞങ്ങളുടെ ബസ് ലോഡ്ജിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിച്ചു. വിൽസൺ പാർക്ക് ലോഡ്ജിന് മുന്നിൽ ബസ് നിർത്തി റൂമിലെ ഫ്രഷപ്പിന് ശേഷം ഏർവാടി ദർഗയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. 6666 ഏക്കറിൽ മറപ്പെട്ട് കിടക്കുന്ന ഏർവാടി ശുഹദാക്കളുടെ ചാരെ മദത് തേടി ഞങ്ങൾ മജ്ലിസ് മൗലിദ് പാരായണങ്ങളും ബൈത്തുകളും ആലപിച്ചു. സുബ്ഹി നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയിൽ പങ്കെടുത്തു. കാട്ടുപള്ളിയിലെ മന്ത്രി അബ്ബാസ് വലിയുല്ലാഹിയുടെ ചാരത്തേക്ക് അദ്ദേഹത്തിന് ഷറഫാക്കപ്പെട്ട കവാൾ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. ശേഷം ഹക്കീം ഡോക്ടർ വലിയുല്ലാഹിയുടെ മക്കാം സിയാറത്തിനായി ഞങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങി. മക്കാം സിയാറത്തിന് ശേഷം കന്നിത്തോപ്പ് ലക്ഷ്യം വെച്ച് ഞങ്ങൾ നടന്നു നീങ്ങി. ശേഷം പ്രകൃതി സുന്ദരമായ ഏർവാടി ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ തിടുക്കം കൂട്ടി. അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു. ഉച്ചഭക്ഷണത്തിനായി ലോഡ്ജിൻ്റെ മുന്നിലെത്തി. ശേഷം വീണ്ടും യാത്ര ഞങ്ങൾ തുടർന്നു. സിക്കന്ദർ മല കയറുവാനുള്ള ആവേശത്താൽ ഞങ്ങൾ സിക്കന്ദർ മല കയറി തുടങ്ങി. അസർ നിസ്കാരത്തിന് ശേഷം ഞങ്ങൾ സിക്കന്ദർ മല കയറിക്കൊണ്ടിരുന്നു. വാനരന്മാരെയും മറ്റും കാഴ്ചകൾ സന്തോഷമുണ്ടാക്കി.
അവിടെ നിന്നും മധുര പട്ടണം കാണാൻ വളരെ കൗതുകമായിരുന്നു. അവസാനം സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദറത്തിലേക്ക് അൽഹംദുലില്ലാഹ് ഞങ്ങൾ എത്തി. അവിടുത്തെ മഖാമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചു. ഫാത്തിഹകൾ ഓതിക്കൊണ്ട് ഞങ്ങൾ പുറത്തു നിന്നും സിയാറത്ത് ചെയ്തു. ശേഷം കൂട്ടമായി ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങിത്തുടങ്ങി. വാനന്മാരുടെ കുസൃതികൾ ഞങ്ങൾക്ക് കൗശലമുണ്ടാക്കി. നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ സിക്കന്ദർ മല ഇറങ്ങിക്കൊണ്ടിരുന്നു. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം വീണ്ടും യാത്ര ഞങ്ങൾ തുടർന്നു. ബൈത്തുകൾ ഇശലുകളുമായി ഞങ്ങൾ യാത്ര ആസ്വാദികരമായി. യാത്രയിലെ അവസാന സ്ഥലമായ അംബ്രംപാളയം രണ്ടാം ഏർവാടി എന്നറിയപ്പെടുന്ന മഖാമിലേക്ക് അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ ആദ്യമായി എത്താൻ സാധിച്ചു. ശേഷം ഒരു ഉണർവിനായി ചായ കുടിക്കാൻ ഞങ്ങൾ ഹോട്ടലിൽ കയറി. ചായയും ലഘുകടിയും ഞങ്ങൾ കുടിച്ചു. ശേഷം സന്തോഷത്തോടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു.